തന്റെ 21-ാം വയസ്സിൽ 6 ബസ്സുകളുടെ ഉടമയായവൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അതിനുള്ള പാണി തുടങ്ങിയിരുന്നു. ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളിൽ ഒതുക്കാതെ അറ്റമില്ലാത്ത നൂലിൽ കെട്ടിയ പട്ടം പോലെ ആകാശത്തിന്റെ അനന്തതയിലേക്ക് ആ സ്വപ്നങ്ങളെ പറത്തിവിട്ടു. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരനുമൊത്ത് ടൂർ പാക്കേജ് പ്രോഗ്രാമുകൾ തുടങ്ങി. ബാല്യത്തിന്റെ ചാബല്യമെന്ന് പറഞ്ഞു പരിഹരിച്ചവരെ അവൻ അവഗണിച്ചു. വിശ്വസിച്ചവർക്ക് അത്ഭുതങ്ങൾ കാട്ടിക്കൊടുത്തു. വണ്ടിഭ്രാന്തിലും വണ്ടിപ്പണിയിലും വണ്ടറടിച്ചിരുന്ന അവൻ +2 കഴിഞ്ഞയുടൻ യന്ത്രങ്ങളുടെ പോളിടെക്നിക് പഠിക്കാൻ ഓട്ടോമൊബൈൽ ITIക്ക് ചേർന്നു. പഠനശേഷം KTM ഷോറൂമിലെ സർവീസ് സെന്ററിൽ ജോലി ചെയ്തു. കഷ്ടപ്പാടും കഠിനാധ്വാനവും കൈപ്പേറിയ സാഹചര്യങ്ങളെ പോലും അവൻ മധുരമുള്ളതാക്കി. വണ്ടിപ്പണിയിലെ ആദ്യ പാഠങ്ങൾ പഠിച്ച് ആ ജോലി വിട്ട് സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി. അവിടുന്നുള്ള വരുമാനം അവന്റെ ബസ് എന്ന സ്വപ്നം എത്തിപ്പിടിക്കാനുള്ള ചവിട്ടുപടിയായി. റെന്റെ കാർ ബിസിനസും ക്ലിക്കായപ്പോൾ സ്വന്തമായ ഒരു ബസ് വാങ്ങാനുള്ള അന്വേഷണത്തിലായി. ഒടുവിൽ അവൻ 2013 മോഡൽ ബസ് വാങ്ങി. പഴയ വണ്ടി ആയതുകൊണ്ട് ഓട്ടം കുറഞ്ഞപ്പോൾ പുതുക്കി പണിത് നിരത്തിലിറക്കി. പിന്നീട് അങ്ങോട്ട് അവനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വീട്ടുകാർക്ക് പോലും വിശ്വാസമില്ലാതിരുന്ന ബിസിനസ്സിൽ തന്റെ 21-ാം വയസ്സിൽ തന്നെ അവൻ അത്ഭുതമായി. ഇന്ന് തന്റെ ഫോർസ ഹോളിഡേസ് തുടങ്ങി 1 വർഷമാകുമ്പോഴേക്കും അവന്റെ ഗ്യാരേജിൽ 6 എണ്ണം അങ്ങനെ ചേലോടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതെ, ഇതവന്റെ കഥയാണ്. ബസ്സുകളോടുള്ള ഭ്രാന്ത് കാരണം 10-ൽ വെച്ച് ഇൻസ്റ്റാ തുടങ്ങുമ്പോൾ തന്റെ പേരിന്റെ കൂടെ സെഡ് പ്രോ എന്ന് കൊത്തിവെച്ചവന്റെ കഥ. ആൽഫിൻ ജോബിയുടെ കഥ.